ഹിന്ദുധർമ്മ പരിഷത്ത് തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച ബംഗ്ലാദേശ് കലാപവും ഇന്ത്യൻ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുന്നു എന്ന സംവാദത്തിൽ പ്രമുഖ ചരിത്രകാരൻ ഡോക്ടർ ടി.പി. ശങ്കരൻകുട്ടി നായർ സംസാരിക്കുന്നു. 1935-37 കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നെവിൽ ചേംബർലൈൻ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്തു, പോളിസി ഓഫ് അപ്പീസ്മെന്റ്. ആ അപ്പീസ്മെന്റ് നടത്താൻ കാരണം ഒരു വശത്ത് ജർമ്മനി, ഇറ്റലി ഒക്കെ കൂടി ചേർന്ന് ശക്തമായ ഒരു യുദ്ധത്തിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നു. അവർക്ക് വേണ്ടത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത്, പടിഞ്ഞാറേ അറ്റത്തുള്ള പ്രദേശങ്ങളാണ്, സുഡാൻ അടക്കമുള്ളത്. നെവിൽ ചേംബർലൈൻ തീരുമാനിച്ചു ഈ ജർമ്മനി, ആസ്ട്രിയ അങ്ങനെ തുടങ്ങിയ കക്ഷികളെയൊക്കെ പ്ലീസ് ചെയ്ത് കളയാം, പ്ലീസ് ചെയ്താൽ ഒരു യുദ്ധം അവോയ്ഡ് ചെയ്യാം. അങ്ങനെ പ്ലീസ് ചെയ്തു, ആഫ്രിക്കയുടെ ഭാഗം കൊടുത്തു. പക്ഷെ ആ നിലപാട് 2 വർഷം നിന്നു. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്ഥലം വാങ്ങിയതിന് ശേഷം അവര് യുദ്ധത്തിന് തയ്യാറായതാണ്. 2ാം ലോക മഹായുദ്ധത്തിലേക്ക് തെളിച്ച് 1939-45 കാലത്ത് യുദ്ധത്തിൽ അവസാനിച്ചത്. അപ്പൊ ഈ അപ്പീസ്മെന്റ് താൽക്കാലികമാണ്. ഇവിടെ പിണറായി വിജയനായാലും വേറെ ഏത് ഗവൺമെന്റ് ആയാലും ഇങ്ങനെ താൽക്കാലികമായി പ്ലീസ് ചെയ്യാം. ആ താൽക്കാലികമായി പ്ലീസ് ചെയ്യുന്നത് കൊണ്ട് ആത്യന്തികമായി വലിയ ഫലം ഉണ്ടാവില്ല. അതിനുള്ള തെളിവാണിപ്പോ UK-യിൽ. ഇപ്പൊ അപ്പീസ്മെന്റ് ഫോളോ ചെയ്ത നെവിൽ ചേംബർലൈൻ്റെ രാജ്യം ഫേസ് ചെയ്യുന്ന എന്താണ്? അവിടെ പണ്ട് ക്രിസ്തു മതകാരിയായവരാണ് കൂടുതലെങ്കിൽ പണ്ട് ലൂതറും മാർട്ടിൻ ലൂതറും ഒക്കെ പുതിയ ചർച്ച് കൊണ്ടുവന്നെങ്കിലും ഇപ്പോ ഇസ്ലാമിന്റെ ഒരു ഭൂരിപക്ഷ മൃഗീയത അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു മുസ്ലിമിനും ഇംഗ്ലണ്ടിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടിയാണ്. അവർക്ക് ലൈസൻസ് ഒക്കെ, പാസ്പോർട്ടൊക്കെ, അല്ലെങ്കിൽ അവിടെ ജോലി കിട്ടാനും പാടില്ല. അവിടെ ഉള്ളവരെ തന്നെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ, എതിർപക്ഷത്തുള്ളവർ UK ചെന്നാലേ അവർക്ക് ആരുടെയും സപ്പോർട്ടില്ല. നമ്മുടെ നാട്ടുകാരെ നമ്മുടെ സപ്പോർട്ടില്ല എന്ന് മാത്രമല്ല, ഭാരതീയരെ തന്നെ തിരിച്ചയക്കുക എന്ന ഒരു നയമാണ് ഇംഗ്ലണ്ടിൽ കാണുന്നത്. അപ്പോ വിദേശ രാജ്യങ്ങളിൽ ഈ ന്യൂനപക്ഷമായി അഭിനയിക്കുന്ന ബംഗ്ലാദേശിലെ മുസ്ലിം സഹോദരന്മാർ ഇപ്പൊ ഹിന്ദുക്കളെ നിഷ്ഠൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്.